വടകര പാലയാട് നട ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന തട്ടുകട കച്ചവടക്കാർ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ. പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ് ഇവർ. വർഷങ്ങളോളമായി കച്ചവടം ചെയ്യുന്ന 10ഓളം കച്ചവടക്കാരാണ് ഇവിടെയുള്ളത്. 30-ൽ പരം തൊഴിലാളികൾ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഏക വഴി കൂടിയാണ് ഇവിടുത്തെ തട്ടുകട. കുടിയൊഴിപ്പിക്കലോടുകൂടി തങ്ങളുടെ ജീവിതോപാധി വഴിമുട്ടുമെന്നും കച്ചവടക്കാർ പറയുന്നു. ഓരോ കുടുംബങ്ങളാണ് 5-6 കുടുംബങ്ങൾ ജീവിക്കണം ഒരൊറ്റ തട്ടുകട കൊണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ വന്നാക്കിയപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഹൈവേൻ്റെ ആൾക്കാർ വന്നിട്ട് ഇത് പൊളിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഇവർ 5-8 ആൾക്കാർ ഓരോ കടയിലുണ്ട് പണിയെടുക്കണേ. അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ആളെ കണ്ടത് എങ്കിൽ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടക്കുകയുള്ളൂ. അപ്പോൾ അവർ പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും കട്ടപ്പോകാരി ഒരു പണി നടക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇതിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വകുപ്പ് കാട്ടിത്തരാം. അവരിതിപ്പോൾ മറ്റേ എന്താ ഇങ്ങനെ പറയാം, താഴെ വിരിക്കുന്നത് ഇന്റർലോക്ക് വെക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്റർലോക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ സൗകര്യം ഉണ്ടായി തന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതില്ലേ നമ്മളെ ബുദ്ധിമുട്ടാവും. ഇത്തിരി ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആത്മഹത്യ ചെയ്യേണ്ടത് ടീം കംപ്ലീറ്റ് ഇവരൊക്കെ ഓരോ കുടുംബം കഴിഞ്ഞ ആൾക്കാരാണ്. ഒഴിവാണ്ട് പറഞ്ഞ പോലെ ഇവിടെ ഇന്റർലോക്ക് വെക്കുകയാണല്ലോ. ഇന്റർലോക്ക് വെക്കുകയാണെങ്കിൽ വെച്ചോട്ടെ, അത് പ്രശ്നമില്ല. ഹൈവേന്റെ ആൾക്കാരാണ് വന്നത്. പിന്നെ അതിന്റെ കൂടെ മുനിസിപ്പാലിറ്റിക്കാരുണ്ട്. മുനിസിപ്പാലിറ്റിക്കാരാണ് ഇത് മെയിനായിട്ട്. ആദ്യം 1-2 പ്രാവശ്യം വന്നിട്ട് നമ്മൾ വല്ലാണ്ട് ഇടങ്ങാറായിക്കാണ് അവിടെ. കാരണം വെറുതെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് ഇപ്പോൾ ഹൈവേക്കാർ ഈ 15-ാം തീയതി നമ്മൾ മറ്റേ JCB ആയിട്ട് വരും. ഇതൊക്കെ പൊളിക്കുന്ന ഇതൊക്കെ എത്ര ഉറുപ്പിക ചിലവാക്കിയിട്ട് ചെയ്താൽ തന്നെയാണ് ഇതൊക്കെ കണ്ടവരുടെ പൊന്നും ഇതൊക്കെ പണയം വെച്ച് കടം വെച്ച് വാങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതിലെന്നെ ജീവിക്കും കൂട്ടിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും വേറൊരു പെണ്ണുങ്ങൾ കൂടിയിട്ടാണ് 3 നാൾ കൂടി നടത്തുന്നത്. വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറക്കുമ്പോൾ വന്നിട്ട് മുനിസിപ്പാലിറ്റി മറ്റേ ഈ റോഡിൻ്റെ അതോറിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയാണ് ഇത് പൊളിച്ചു മാറ്റണം. അപ്പോൾ പിന്നെ പറയാന്ന് വെച്ചാൽ അവർ ഇൻ്റർലോക്ക്, ഞാൻ പറയും ഇൻ്റർലോക്ക് നിങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കാണിച്ചാൽ ഈ സൈഡിൽ തന്നെ. ഞാൻ 2-2.5 വർഷം ഇവിടെ നടത്തിക്കൊണ്ടു, ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് വിഷയം. അടുത്ത വഴി ഇത് തന്നെ വേറെ എന്ത് ചെയ്യാനാ? വേറെ എവിടെ പോകാൻ കഴിയില്ല. മുന്നേ ഉള്ളതാണ്. നമുക്ക് വേറെ എവിടെയും പോകാനുള്ള മുന്നോട്ട് പോകാനുള്ള ഇതൊന്നുമില്ല. ഈ റോഡ് നന്നായി റിപ്പയർ